ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് IBSA ഇന്റലിജൻസ് ബ്യൂറോയിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ ടയർ 1 കഴിഞ്ഞു, അതുപോലെ തന്നെ ടയർ 2 കഴിഞ്ഞു. അപ്പോൾ ടയർ 2ൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 3 ആണ്. അപ്പോൾ ടയർ 3 എന്താണ്, അതുപോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ നോക്കേണ്ടത് തുടങ്ങിയ കാര്യത്തെ കുറിച്ചിട്ടാണ്, ആൻഡ് എന്നായിരിക്കും നമുക്ക് ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആസ് യു ഓൾ നോ, നമുക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒരു എക്സാമാണ് IB സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം IB ടയർ 1 മുതൽ നമ്മൾ ഓൾറെഡി ഈ ഒരു IBക്ക് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ടയർ 1 അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾ ടയർ 2 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ടയർ 2 ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം നമുക്ക് ഈ വന്നിരിക്കുന്ന റിസൾട്ടിൽ ഓൾമോസ്റ്റ് 90% പ്ലസ് നമ്മുടെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തവർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ടയർ 2 സാധിച്ചിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ്. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഈവൻ 55, 60, 65 പ്ലസ് കിട്ടിയവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമുക്കൊരു കമൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് 70 പ്ലസ് കിട്ടിയിട്ട് പോലും അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ 2വിൽ ട്രാൻസ്ലേഷൻ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ട്രാൻസ്ലേഷൻ ടെസ്റ്റ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് അത് ക്വാളിഫൈ ആയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ടയർ 3യിലേക്ക് സെലക്റ്റഡ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ട്രാൻസ്ലേഷൻ മീൻസ് ഇത് ടയർ 2വിൽ നമുക്ക് ഉണ്ടായിരുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതലേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ടായിരുന്നു, വർക്കൗട്ട് സെഷൻസ് ഉണ്ടായിരുന്നു, ആൻസർ പേപ്പർ കറക്ഷൻ ഉണ്ടായിരുന്നു, തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് കൂടെ നമ്മളത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു ഏരിയ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പം അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻ്റർവ്യൂ ബാച്ചൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ് ആണ്. ആസ് യു നോ, നമുക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം 1 to 1 ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ബാച്ചിൻ്റെ ഫസ്റ്റ് മോക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ക്ലാസ്സസ് വാസ് ഗോയിങ് ആൻഡ് അവരുടെ സെക്കൻഡ് മോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ടയർ 2 പാസ് ചെയ്തിട്ടുള്ളവർ, ടയർ 2 കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഇനി ടയർ 3 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇൻ്റർവ്യൂ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കഴിയട്ടെ അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പോയിട്ട് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വേ ഓഫ് ടോക്കിംഗ്, നമ്മുടെ സിറ്റിംഗ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഐ കോൺടാക്ട്, ഇറ്റ്സ് എവറിത്തിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വരുന്ന ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ IBയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ടയർ 2ൻ്റെ റിസൾട്ടാണ്. അപ്പോൾ മെയ് 8-ാം തീയതി ആയിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ടയർ 1 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 29th and 30th of September 2025 ആണ്. ആൻഡ് ടയർ 2ൻ്റെ എക്സാം നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്, 2nd February 2026 ഇനി നമുക്കുള്ളത് എന്താണ്, ടയർ 1, ടയർ 2, ടയർ 3, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പം മെജോറിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമാവുക, IBയുടെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 300+ വേക്കൻസീസ് ആണ് ഉള്ളതെങ്കിൽ പോലും നമുക്ക് ഫസ്റ്റ് ടയറിൽ ഇരട്ടി ആളുകളെയായിരിക്കും എടുക്കുന്നത്. ബിക്കോസ് നമുക്ക് അതിനുശേഷം 2 ടയർ കിടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് സെക്കൻഡ് ടയർ ക്വാളിഫൈ ആയിട്ടും നമ്മൾ അതിൻ്റെ ഇരട്ടിയായിരിക്കും ആളുകൾ എടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, പേഴ്സണാലിറ്റി, നമ്മുടെ ഇൻ്റർവ്യൂ ആണ്. അതും കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനൊക്കെ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കേസസോ പോലീസ് FIR തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൽ നിന്ന് എന്താവും, ഇജക്റ്റ്, നമ്മൾ അതിന് ഔട്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം എന്താണ്, ഇൻ്റർവ്യൂ ആണെങ്കിലും ആളുകൾ ഇരട്ടിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം നമുക്ക് ഈ ഒരു ഇത് വന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടയർ 2ൻ്റെ റിസൾട്ട് നമുക്കൊരു മെയ് ആദ്യം അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, ലാസ്റ്റ് വീക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് 1 എന്നുള്ള നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കണക്കാക്കി നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ട്രാൻസ്ലേഷനൊക്കെ അതെല്ലാം കംപ്ലീറ്റ് നമ്മൾ 3rd ടയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന ഒരു ഇൻ്റർവ്യൂ നമുക്ക് എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം, ഒരു ജൂൺ 1st വീക്കിൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ACIOൻ്റെ നമുക്ക് ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ടയർ 3 വരെ നമുക്ക് ഇൻ്റർവ്യൂ വരെ നമ്മുടെ സ്റ്റുഡൻസ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ആർ വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പോൾ അതിൽ തന്നെയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ കഴിഞ്ഞു, ACIOൻ്റെ ഫുൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് തന്നെ IBSA നമുക്ക് MTSൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഈ എല്ലാം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ജൂൺ 1st വീക്കോട് കൂടിയിട്ട് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാച്ച് കൂടെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാണ്. ഈ ഒരു ബാച്ചിന് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആസ് യു നോ, നമുക്ക് വളരെ ചുരുങ്ങിയൊരു ടൈമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഓൺലൈൻ ആണെങ്കിൽ പോലും നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് സ്റ്റുഡൻസിന് ഇൻ്റർവ്യൂ ബോർഡിന് ഓൺലൈൻ ആണെങ്കിൽ പോലും മോക്ക് ഇൻ്റർവ്യൂ ചെയ്യിക്കാനായിട്ട് നമുക്ക് ടൈം വേണം, ഒരുപാട് വേണം. അതുപോലെ 3 എണ്ണമാണ് നമുക്ക് കൊടുക്കുന്നത്. ഈവൻ നമുക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ ടൈമിൽ ഇത് തീർക്കുക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഈവൻ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ബാച്ചൊക്കെ ഓക്കെയാണ്, അവർക്കൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ലാസ്റ്റ് ബാച്ച് നമ്മൾ കൊണ്ടുവരികയാണ്. ഇതിനകത്ത് നമ്മൾ 3 മോക്ക് ഇൻ്റർവ്യൂസ് ആണ് ഓൺലൈനായിട്ട് കൊടുക്കുന്നത്. ഇൻ്റർവ്യൂ സെഷൻസിന് പ്രിപ്പറേഷൻ, അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള നമുക്ക് കറണ്ട് ആയിട്ടുള്ള ഫാക്ട്സിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ടാകും. നിങ്ങൾക്ക് വായിക്കാനായിട്ടുള്ള സ്റ്റഡി നോട്ട്സ് ഉണ്ടാകും. റീസെൻറ്റ് ഇഷ്യൂസ്, IB ഹിസ്റ്ററി തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഒരു എക്സാം, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ സെഷൻസ്, ടോപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കോഴ്സ് വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ആണ്. ഇപ്പോൾ നമ്മൾ 2500 ആണ് ഇതിന് നൽകുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ 100% സത്യസന്ധമായിട്ട് തന്നെയാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് Tier 1, Tier 2 ഞങ്ങൾക്ക് സ്റ്റുഡൻസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതും Tier 2 പോലും നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് AZB അക്കാഡമിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതും. സോ വെറുതെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ട്രസ്റ്റ്. അത് ഞങ്ങൾ 100% സത്യസന്ധമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മുന്നിൽ വന്നിരുന്നത് തന്നെ AZB നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ആർക്കോ എന്തോ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് മിസ്ലീഡിങ് ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരാൻ പറ്റും. നമ്മൾ AZB അക്കാഡമിയുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പ് ത്രൂ മാത്രമാണ്. ബാക്കി ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ AZBയുടെ പേരിൽ ചെയ്യപ്പെടുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഞങ്ങൾ റെസ്പോൺസിബിൾ അല്ല. നിങ്ങൾക്ക് നമ്മളിപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഒഫീഷ്യൽ നമ്പർ തന്നിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ നമ്പറാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം 100% സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ബിക്കോസ് ഈ ബാച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലോസ് ആക്കും. ഐ സേ എന്താണ്, നമുക്ക് ഇൻ്റർവ്യൂ ബാച്ച് ബാക്കി ക്ലാസ്സസ് പോലെയല്ല, 1-to-1 ഇൻ്റർവ്യൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് ടൈം എടുക്കും. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മേക്കപ്പ് ചെയ്ത് നിങ്ങളെ അപ്പാക്കി കൊണ്ടുവരാൻ നമ്മുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. സോ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ആൻഡ് നെക്സ്റ്റ് ഇൻ്റർവ്യൂ ബാച്ചിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ഒഫീഷ്യൽ നമ്പറിൽ വിളിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതേപോലെ തന്നെ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ, താങ്ക് യു.